നമുക്ക് പെട്ടെന്ന് ഒരു കാടമുട്ട അച്ചാർ ഉണ്ടാക്കാം. ഈ മുട്ട ബയ്യ ഒന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ. അതെന്നാന്ന് വെച്ചാൽ പെട്ടെന്ന് മസാലക്കൂട്ടൊക്കെ പിടിച്ച് ഇനി നമുക്ക് പച്ചപ്പ് ചുവയൊക്കെ മാറി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അച്ചാർ പൊടിയാണ് കേട്ടോ. ഈ അച്ചാർ പൊടി ഇത്ര ഉള്ളൊരു സ്പൂണിന് ഒരു സ്പൂൺ ഇട്ടു. ഇനി നമുക്കൊരു അര സ്പൂൺ കൂടെ ഇടാം കേട്ടോ. അത് മതി. 20 എണ്ണാൽ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഇട്ടോണം കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഭാഗം കേട്ടോ പറയുന്നത്. ഈ കൂടെ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ അര സ്പൂണും കൂടി ഇടണം കേട്ടോ. ഇനി എരിവ് വേണ്ടിയവർക്ക് കൂടുതൽ കാശ്മീരി പൊടിയോ അല്ലാത്ത ചില്ലി പൗഡറോ ഏത് വേണേ ഇടാം കേട്ടോ. എരിവ് കുറച്ച് മതി എന്നുള്ളവർക്ക് അച്ചാർ പൊടി കൂടുതലിട്ടിട്ട് മുളക് പൊടി അളവ് മാറ്റാം. എരിവ് കൂടുതൽ വേണ്ടിയവർക്ക് മുളക് പൊടി കൂടുതലിടാം കേട്ടോ. കാശ്മീരി പൊടിയും മീനൊക്കെ അച്ചാറിടുമ്പോൾ ഞാൻ കാശ്മീരി പൊടി ശകലം ഇടും. പിന്നെ നമ്മുടെ സാധാ മുളക് പൊടിയും കൂടി ഇടും കേട്ടോ. ഫ്ലെയിമൊക്കെ തീരെ കുറച്ചിട്ട് വേണം കേട്ടോ ഇങ്ങനെ വഴറ്റിയെടുക്കാനായിട്ട്. 1 2 3 നമുക്ക് നോക്കാട്ടോ എങ്ങനെയുണ്ടെന്ന്. നമ്മളെല്ലാം മസാലക്കൂട്ടും കൂടി ഇട്ട് സെറ്റാക്കി വെച്ചിട്ട് എണ്ണയൊന്ന് തെളിഞ്ഞ് വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞ് വന്നു കേട്ടോ. ഇനി നമുക്ക് നമ്മൾ മുട്ടേനെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിനി ഈ എണ്ണയ്ക്കകത്തേക്ക് മുട്ടയൊന്ന് ഇട്ട് ഒരുപാട് നേരം വഴറ്റരുത് കേട്ടോ. ഒരു മിനിറ്റ് വെച്ചെന്ന് അല്ല 2 മിനിറ്റ് അടുത്തൊക്കെ മതി. എന്നാന്ന് പറയട്ടെ, ഒരുപാട് വഴറ്റിയിട്ടുണ്ട്. ഇത് ഭയങ്കര ഹാർഡായിട്ട് പോകും. വല്ല റബ്ബർ പന്ത് പോലെ ഇരിക്കും കേട്ടോ. നമ്മുടെ സുന്ദരി മുട്ടേനെ വെളുത്ത മുട്ടേനെ നമ്മളിപ്പോൾ ചുമപ്പാക്കാൻ പോകും കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഇത്തിരി ചാറ് വേണം. ഇച്ചിരി വിനാഗിരി ഒഴിച്ച് കഴിയുമ്പോൾ ഇടയ്ക്ക് ഇച്ചിരി ഡ്രൈ ആയിരിക്കും. അപ്പം നമ്മളെന്നാ ചെയ്യേണ്ടത്, ഇത്തിരി വെള്ളം തിളപ്പിച്ച് വെച്ചേക്കണം. ഇവിടെ ഈ സ്റ്റൗവിലേക്ക് അതായത് ഇച്ചിരി വെള്ളം തിളയ്ക്കാൻ വെച്ചേക്കുക. എന്നിട്ട് വെള്ളം തിളപ്പിക്കുക. വെള്ളം തിളപ്പിച്ചിട്ട് മുട്ട ഇടുന്നതിന് മുമ്പ് നമ്മുടെ ആവശ്യത്തിന് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക. തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് പൊടിയായിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് വഴറ്റുക. പൊടി എല്ലാം കൂടെ കൂട്ടിയിട്ട് എന്നിട്ട് എണ്ണ തെളിഞ്ഞ് വന്ന് കഴിയുമ്പോൾ മുട്ടയിടുക. നമ്മുടെ കുഞ്ഞമുട്ട, നമ്മുടെ കാടമുട്ടേനെ ഇടുക. ഇങ്ങനെ അച്ചാറാക്കി നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വീഡിയോ കണ്ടവർ കമന്റ് ബോക്സിലേക്ക് പോരട്ടോ. അവിടെ വീഡിയോയുടെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്.